redox titrations in analytical principles. So redox titrations പറയുന്നതിന് മുമ്പ് എന്താണ് redox reaction നമുക്കറിയാം. Oxidations and reduction involving chemical reactionsനെയാണ് redox indicators, redox reactions എന്ന് പറയുന്നത്. So redox reactions are chemical reactions which involve oxidation and reduction. Oxidizing agents are titrated against reducing agents and such titrations are called redox titrations. Okay, അപ്പോൾ oxidizing agents reducing agents against titrate ചെയ്യുന്ന titrationsനെയാണ് redox titrations എന്ന് പറയുന്നത്. And the commonly used oxidants in redox titrations are potassium permanganate, potassium dichromate and cerium sulfate. Okay, and the titrations corresponding to these oxidants are permanganometry, dichrometry and cerimetry respectively. Okay, so permanganometryയിൽ ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഡൈക്രോമെട്രിയിൽ ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. And in the case of cerimetry, the oxidant used is cerium for sulfate. Then the first one is titrations involving potassium permanganate, that is permanganometry. Potassium permanganate oxidant ആയിട്ട് യൂസ് ചെയ്യുന്ന titration ആണ് permanganometry. The redox titrations which involve titration of potassium permanganate as the oxidant against reductants are called permanganometry. And the KMnO4 potassium permanganate is having some features, that is it is a powerful oxidizing agent in acid medium, gets readily reduced to manganese ions in redox reactions in accordance with the equation MnO4 minus plus 8H plus 5 electron minus giving Mn2 plus 4H2O. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ E0 ഈക്വൽ ടു പ്ലസ് 1.51 വോൾട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക അതൊരു വളരെ വലിയ വാല്യൂ ആണ്. അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ MnO4 മൈനസിന് Mn2 പ്ലസ് ആവാനുള്ള ടെൻഡൻസിയാണ് ഇത് കാണിക്കുന്നത് അല്ലേ. വളരെ ഹൈ ടെൻഡൻസിയാണ് MnO4 മൈനസിന് Mn2 പ്ലസ് ആവാൻ. അപ്പോൾ MnO4 മൈനസിൽ മാംഗനീസ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അപ്പോൾ Mn +7 എന്ന് പറയുന്നത് Mn2 പ്ലസ് ആവാൻ, അതായത് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ടു ബിക്കം Mn2 പ്ലസ് ആൻഡ് ദസ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൻറ്റ്. അതായത് 1.51 വോൾട്ട് ഇലക്ട്രോഡ് അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ടെങ്കിൽ മാംഗനീസ് അയണിന് വളരെ ഹൈ ടെൻഡൻസിയാണ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് Mn2 പ്ലസ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ഓക്സിഡൈസ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ലൈക്ക് oxalic acid, oxalate, ferrous, nitrate, sulfite, arsenate, hydrogen peroxide, etc. ഓക്കെ, ഇത്രയും റെഡ്യൂസിങ് ഏജൻസിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO. ഓക്കെ, ദെൻ KMnO4 is a self-indicating reagent because ഒരു 100 ml വാട്ടറിലേക്ക് 0.02 മോളാർ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 0.01 ml നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പെയിൽ പിങ്ക് കളറ് ഇമ്പാർട്ട് ചെയ്യും ആ 100 ml വാട്ടറിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വളരെ എന്താ പറയുക സ്വയം ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർമാംഗനോമെട്രിയിൽ നമുക്ക് വേറെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഓക്സിഡൻ്റായിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിന് തന്നെ കളർ ഇമ്പാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി hot oxalic acid solution can be titrated against KMnO4 in the presence of dilute H2SO4, which may be represented by the following equation: 2 KMnO4 plus 3 H2SO4 plus 5 H2C2O4 giving K2SO4 plus 2 MnSO4 plus 8 H2O plus 10 CO2. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ടൈട്രേഷൻ അഗെയിൻസ്റ്റ് KMnO4 against hot oxalic acid ആണ്. ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക ഈ ഡൈല്യൂട്ട് H2SO4ൻ്റെ പ്രസൻസിലാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത എക്സാമ്പിളാണ് ടൈട്രേഷൻ ഓഫ് KMnO4 അഗെയിൻസ്റ്റ് ഫെറസ് അയൺസ് Fe2+ അയൺസിൻ്റെ ടൈട്രേഷനാണ്. ഇറ്റ്സ് ഓൾസോ ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് H2SO4. ഓക്കെ, 2 KMnO4 plus 3 H2SO4 plus 10 FeSO4 giving K2SO4 plus 2 MnSO4 plus 3 H2O plus 5 Fe2SO4 thrice.
അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടൈട്രേഷൻസിലും കണ്ടു ഡൈല്യൂട്ട് H2SO4 ആണ് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ വേറെ ആസിഡുകളുണ്ട്, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് തന്നെ കോൺസെൻട്രേറ്റഡ് ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺസെൻട്രേറ്റഡ് H2SO4ഉം അതുപോലെ HNO3 അല്ലെങ്കിൽ HCl ഒക്കെ ഈ റിയാക്ഷൻ്റെ, അതായത് റിഡോക്സ് റിയാക്ഷൻ്റെ നേച്ചറിനെ വല്ലാതെ ഇൻ്റർഫിയർ ചെയ്യും. ഓക്കെ, H2SO4ഉം HNO3യും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിൻ്റെ റിയാക്ഷനിൽ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് H2SO4ഉം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് HNO3 ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ റിയാക്ഷനിൽ ഇൻ്റർഫിയർ ചെയ്യും, ഓക്സിഡേഷൻ റിയാക്ഷനിൽ ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെ എറേഴ്സ് കാണാം നമുക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി HCl ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ ഇതിലത്തെ HClത്തെ ക്ലോറൈഡിനെ ക്ലോറിനാക്കാനുള്ള ടെൻഡൻസി വരും. ഓക്കെ, അതായത് പെർമാംഗനേറ്റിന് ക്ലോറൈഡിനെ ക്ലോറിനാക്കാനുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആണല്ലോ. അപ്പോൾ ക്ലോറൈഡ് എന്ന് പറയുന്നത് ക്ലോറിനായി മാറും. അപ്പോൾ അവിടെയും എറേഴ്സ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൈല്യൂട്ട് H2SO4 ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം മാംഗനസ് ഡയോക്സൈഡിൻ്റെ ട്രേസസ് ഉണ്ടാവും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ എപ്പോഴും. അതുകൊണ്ട് നമുക്ക് അതിനെ പ്യുവർ ഫോമിൽ കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷമാണ് എസ്റ്റിമേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോസോൾട്ടൊക്കെ വെച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അയണിൻ്റെ ഏത് അനലൈറ്റ് സൊല്യൂഷനെയാണോ എസ്റ്റിമേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് സ്റ്റാൻഡർഡൈസേഷന് ശേഷമാണ് എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് titrations using potassium dichromate, that is dichrometry. Redox titrations which involve titration of potassium dichromate as the oxidant against reductants are called dichrometry. അപ്പോൾ ഡൈക്രോമെട്രിയിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെയാണ് in acid medium, and it can oxidize reducing agents like ferrous sulfate, nitrate, sulfate, etc. ഇവിടെ ഡൈക്രോമേറ്റ് ഗ്രീൻ Cr3+ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ Cr2O7 2- plus 14H+ plus 6 electron minus giving 2Cr3+ plus 7H2. Okay. Then a typical example is dichromatic titration of K2Cr2O7 against Fe2+ ferrous ions in acid medium. K2Cr2O7 plus 3H2SO4 plus 6 FeSO4 giving K2SO4 plus Cr2SO4 thrice plus 7H2O plus 3 Fe2SO4 thrice. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൊട്ടാസ്യം പെർമാംഗനേറ്റിന് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് it is an excellent primary standard because it can be obtained in the pure form. നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ ട്രേസസ് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഒക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമുക്കത് വളരെ പ്യുവർ ഫോമിൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ അതിനെ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ there are two methods to detect the endpoint in titrations of ferrous ions against dichromate. That is external indicator method and internal indicator method. External indicator method ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന എങ്ങനെയാണോ ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് മെത്തേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡിൽ എൻഡ് പോയിന്റ് ഇസ് ഡിറ്റക്റ്റഡ് വിഷ്വലി ബൈ ടെസ്റ്റിംഗ് എ ഡ്രോപ്പ് ഓഫ് ദി സൊല്യൂഷൻ വിത്ത് പൊട്ടാസ്യം ഫെറിസൈനൈഡ്. പൊട്ടാസ്യം ഫെറിസൈനൈഡായിട്ട് ഓരോ ടൈം ഇൻ്റർവെല്ലിലും, അതായത് ഇനീഷ്യൽ ടൈം തൊട്ട് ഓരോ ടൈം ഇൻ്റർവെല്ലിലും നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് സൊല്യൂഷൻ ഓരോ ഡ്രോപ്പായിട്ട് പുറത്തേക്ക് എടുത്ത് ഈ പൊട്ടാസ്യം ഫെറിസൈനൈഡായിട്ട് കമ്പൈൻ ചെയ്ത് അതിൻ്റെ കളറ് ടെസ്റ്റ് ചെയ്തിട്ടാണ് എൻഡ് പോയിൻ്റ് ആയിട്ടുണ്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷനിൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്യപ്പെടുന്ന സൊല്യൂഷനിൽ ഫെറസ് അയോൺസ് ഉണ്ട് അല്ലേ ഇനീഷ്യൽ ടൈം തൊട്ട്. അപ്പോൾ ഫെറസ് അയോൺസ് വിൽ ഗിവ് ബ്ലൂ കളർ with ferricyanide due to the formation of Prussian blue complex, that is KFe FeCN 6 times. KFe FeCN 6 times എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സിന് ഒരു പ്രഷ്യൻ ബ്ലൂ കളറാണ്. ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട് ഈ ഫെറസ് അയോൺസും ഫെറിസൈനൈഡും തമ്മിൽ. അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിന്റ് എത്തിയോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫെറസ് അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഷ്യൻ ബ്ലൂ കളർ ഈ ഡ്രോപ്പിൽ കാണിക്കുള്ളൂ. ഓക്കെ, എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫെറസ് അയോൺസ് ഇല്ല അല്ലേ, ഫെറസ് അയോൺസ് കംപ്ലീറ്റ്ലി ഫെറിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫെറസ് അയോൺസ് ഇല്ലാത്തത് കൊണ്ട് ഈ ബ്ലൂ കളർ കാണിക്കില്ല വിത്ത് ഫെറിസൈനൈഡ്. ഓക്കെ, so the next one is internal indicator method. End point is detected using a redox indicator, that is N-phenylanthranilic acid, phenylamine, diphenylamine, sodium diphenylamine sulfonate. അപ്പോൾ ഈ മൂന്നെണ്ണാണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണത്തത് ഡൈഫീനൈലമീനും സോഡിയം ഡൈഫീനൈലമീൻ സൾഫോണേറ്റിനും ഒരു സിറപ്പി ഫോസ്ഫോറിക് ആസിഡ് പ്രസൻസ് ആവശ്യമുണ്ട്. ആൻഡ് ഫീനൈലാന്ത്രാനിലിക് ആസിഡ് ഡയറക്റ്റ്ലി നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് സാധാരണ എങ്ങനെയാണോ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ redox indicators? Redox indicators, that is, during a redox titration there occurs a gradual variation of potential of a particular redox system in accordance with the Nernst equation. E is equal to E0 plus 2.303 RT by NF log oxidized state by reduced state, concentration of oxidized state by concentration of reduced state. അപ്പോൾ റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഒരു റിഡോക്സ് ടൈട്രേഷൻ നടക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യലിന് ഒരു ഗ്രാജുവൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് അക്കോർഡിംഗ് ടു ദിസ് നെർൻസ്റ്റ് ഇക്വേഷൻ. ഇ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് E0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ a redox indicator is one which marks the end point of a redox titration by undergoing a color change in response to the sudden change in potential that occurs in the vicinity of equivalence point. ഈക്വലൻസ് പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യലിന് ഉണ്ടാവുന്ന സഡൻ ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ കളർ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസസ് ആണ് എന്താ റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് മാർക്സ് ദി എൻഡ് പോയിന്റ് ബൈ changing its color at the change of potential in the vicinity of equivalence point. Okay, then the half reaction for a typical redox indicator is as follows: iron oxidized plus n electron minus gives iron reduced. അതായത് ഇൻഡിക്കേറ്റർ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ ഒരു കളർ കാണിക്കുന്നു, ഇൻഡിക്കേറ്റർ ഇൻ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ മറ്റൊരു കളറാണ് കാണിക്കുന്നത്. അതാണ് കളർ എ കളർ ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പൊട്ടൻഷ്യലാണ് EIN, ഇൻഡിക്കേറ്റർ പൊട്ടൻഷ്യലാണ് കാണിച്ചിരിക്കുന്നത്. ഓഫ് ദ സിസ്റ്റം അറ്റ് 298 Kelvin is given by the Nernst equation. EIN equal to EIN0 minus 0.059 divided by n log iron concentration of iron reduced by concentration of iron oxidized. ഓക്കെ, അപ്പോൾ EIN ആണ് തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റർ. വേർ EIN0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. Then the potential requirements, അതായത് ഒരു റിഡോക്സ് ഇൻഡിക്കേറ്ററിനെ നമ്മൾ ആക്സെപ്റ്റബിൾ റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സം റിക്വയർമെൻറ്റ്സ്. അതാണ് ഇറ്റ്സ് ചേഞ്ച് ഫ്രം വൺ കളേർഡ് ഫോം ടു ദി അതർ ഷുഡ് ബി വെരി റാപ്പിഡ് സോ ദാറ്റ് ഇറ്റ് മേ ബി റിപ്പീറ്റഡ് മെനി ടൈംസ്. അപ്പോൾ പൊട്ടൻഷ്യൽ വേരിയേഷൻ സംഭവിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ സഡൻ ചേഞ്ചിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവരുടെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് എൻഡ് പോയിന്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആണെങ്കിൽ നമ്മൾ അടുത്ത ഡ്രോപ്പും കൂടി ടൈട്രൻറ്റിൽ നിന്ന് ആഡ് ചെയ്യും. ഓക്കെ, സോ അതിന് മുമ്പ് തന്നെ നമുക്ക് കളർ ചേഞ്ച് വിസിബിൾ ആയിരിക്കണം. It should not undergo any side reactions that would destroy its indicator properties. അതായത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഒരിക്കലും ഈ റിഡോക്സ് സിസ്റ്റത്തിലത്തെ, അതായത് നമ്മളെ ടൈട്രേഷനിൽ ഒരു റിയാക്ഷനിലും ഇൻ്റർഫിയർ ചെയ്യാനും പാടില്ല, അത് സ്വയം റിയാക്ഷനിൽ ഏർപ്പെടാനും പാടില്ല. ഓക്കെ, സൈഡ് റിയാക്ഷൻസ് ഒന്നും നടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻഡിക്കേറ്റർ പ്രോപ്പർട്ടീസ് ഒന്നും അതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, it must not begin to change color until the substrate that virtually reacted, and its color change must be completed before any appreciable excess of the titrant appears in the solution. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് റാപ്പിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ
റാപ്പിഡ് ആണെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ഡൈട്രൻറ്റിൽ ലാസ്റ്റത്തെ അതായത് എൻഡ് പോയിന്റ് വരുന്ന ആ ഡ്രോപ്പിൽ തന്നെ നമുക്ക് എൻഡ് പോയിന്റ് കാണുന്ന രീതിയിലുള്ള കളർ ചേഞ്ച് സംഭവിച്ചിരിക്കണം. കളർ ചേഞ്ച് അപ്പം തന്നെ സംഭവിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കളർ ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ അപ്പം തന്നെ അടുത്ത ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ എൻഡ് പോയിന്റിൽ കറക്റ്റായിട്ട് കളർ ചേഞ്ച് കാണിക്കുന്ന സബ്സ്റ്റൻസസിനാണ് നമുക്ക് റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സസ് ആയിട്ട് ടൈട്രൻ്റ് ആഡ് ചെയ്ത് പോകും കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു ടൈട്രൻറ്റിൻ്റെ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് പോലും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കളർ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി typically a perceptible color change requires a change in iron the concentration of iron reduced by concentration of iron oxidized ratio from 1/10 to 10. 1/10 ൽ നിന്ന് 10ലേക്ക് പോകുന്ന ആ ഒരു റേഷ്യോ ആണ് ഇവിടെ പെർസെപ്റ്റിബിൾ കളർ ചേഞ്ച് സംഭവിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നെർൺസ്റ്റ് ഇക്വേഷൻ EIN = EIN0 - 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അയൺ റെഡ്യൂസ്ഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അയൺ ഓക്സിഡൈസ്ഡ് എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഈ രണ്ട് വാല്യൂസ്, അതായത് 1/10 10. അപ്പോൾ കളർ എക്ക് നമ്മൾ 1/10 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, കളർ ബിക്ക് 10 ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് EIN = EIN0 ± 0.0591 ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഇനി subtracting one equation from other, the required change in potential delta is equal to ±2 into 0.059 divided by n, that is equal to ±0.118 divided by n volt. ഇത് സബ്സ്ട്രാക്റ്റിംഗ് വൺ ഇക്വേഷൻ ഫ്രം അതർ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന കളർ എയിൽ നിന്ന് കളർ ബി അല്ലെങ്കിൽ കളർ ബിയിൽ നിന്ന് കളർ എ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഫോർത്ത് പോയിന്റ് ഇസ് ദ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ഇൻഡിക്കേറ്റർ must obviously lie between those for the two systems being titrated if it is to show a sharp color change. Okay, further it should be close to the equivalence point. ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെ, അതായത് ഓക്സിഡൻറ്റിൻ്റെയും റിഡക്റ്റൻറ്റിൻ്റെയാണ് പറയുന്നത്, അവരുടെ എന്താ പറയുക സിസ്റ്റങ്ങളുടെ വാല്യൂവിനെക്കാട്ടിലും ഇടയിലായിരിക്കണം. മനസ്സിലായോ? ഓക്സിഡൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ, അതായത് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിൻ്റെയും റിഡക്റ്റൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂവിൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റർ. If it is to show a sharp color change, further it should be close to the equivalence point. അതുപോലെ തന്നെ ഈക്വലൻസ് പൊട്ടൻഷ്യലിനോട് അടുത്തും കിടക്കണം ഈ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡൻറ്റിൻ്റെയും റിഡക്റ്റൻറ്റിൻ്റെയും ഇടയിലായിരിക്കണം ഈ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ, അതുപോലെ ഈക്വലൻസ് പോയിന്റിനോട് അടുത്തും കിടന്നിരിക്കണം. ഓക്കെ, the potential in which a redox indicator undergoes an observable color change is called transition potential. അതിന് ട്രാൻസിഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇൻ വിച്ച് റിഡോക്സ് ഇൻഡിക്കേറ്റർ അണ്ടർഗോസ് എ ഒബ്സർവബിൾ കളർ ചേഞ്ച്. റിഡോക്സ് ഇൻഡിക്കേറ്റർ ഒരു ഒബ്സർവബിൾ കളർ ചേഞ്ച് സംഭവിക്കുന്ന ആ പൊട്ടൻഷ്യലിനെയാണ് ട്രാൻസിഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എക്സാമ്പിൾസ് ഫോർ റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ഡൈഫീനൈലമീൻ. അതിൽ it is used for the titration of Fe2+ against dichromate in the presence of 1 molar sulfuric acid and 0.5 molar phosphoric acid. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ മെത്തേഡിൽ 3 റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേര് പറഞ്ഞിരുന്നു. അതിൽ ഡൈഫീനൈൽ അമീനും സോഡിയം ഡൈഫീനൈൽ അമീൻ സൾഫോണേറ്റിനുമാണ് ഈ പറയുന്ന സിറപ്പി ഫോസ്ഫോറിക് ആസിഡിൻ്റെ പ്രസൻസ് വേണ്ടതെന്ന് പറഞ്ഞു. എൻഫീനൈൽ ആന്ത്രാനിലിക് ആസിഡിന് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡൈഫീനൈൽ അമീനിലാണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റും റെഡ്യൂസ്ഡ് സ്റ്റേറ്റാണ് പറയുന്നത്. ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിലാണ് അത് വയലറ്റ് കളറിൽ എക്സിസ്റ്റ് ചെയ്യുക, റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടറിൽ സോല്യൂബിൾ അല്ലാത്തത് കൊണ്ട് ടങ്സ്റ്റേറ്റ് അയണും മെർക്കുറിക് അയണൊക്കെ ഇതിൻ്റെ ആക്ഷനിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ടതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് സോഡിയം സോൾട്ട് ഓഫ് ഡൈഫീനൈലമൈൻ സൾഫോണിക് ആസിഡ്. അതാണ് സോഡിയം ഡൈഫീനൈലമൈൻ സൾഫോണേറ്റ് എന്ന് പറയുന്നത്.
which stores the same endpoint and does not have the above disadvantages is more commonly used. അതായത് ഡൈഫിനൈൽ അമീനിന് കണ്ട ഡിസഡ്വാൻറ്റേജ് ഇല്ല, അതായത് വാട്ടറിൽ സോല്യൂബിൾ അല്ല എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു സോഡിയം സോൾട്ടാന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ അതിന് മനസ്സിലാക്കാം ഇത് വാട്ടറിൽ സോല്യൂബിൾ ആവും. ഓക്കെ, സോ സെയിം എൻഡ് പോയിൻ്റ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതും ഇതാണ്. ഡൈഫിനൈൽ അമീനിനേക്കാളും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ സോഡിയം സോൾട്ട് ഓഫ് ഡൈഫിനൈൽ അമീൻ സൾഫോണിക് ആസിഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് N-phenyl anthranic acid ആണ്. അതിൽ Fe2 ഡൈക്രോമേറ്റ് ടൈട്രേഷനിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കളർ ചേഞ്ചസ് ഫ്രം കളർലെസ് ടു റെഡ് വൈലറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സെറബിൾ ഫോസ്ഫോറിക് ആസിഡ് യൂസ് ചെയ്യില്ല. Next is titrations involving iodine and liberated iodine. The titrations involving iodine oxidant are called iodimetry, and titrations involving liberated iodine from a chemical reaction is called iodometry. Okay, so iodimetry direct iodine ആണ് ഓക്സിഡൻ്റ് ആയിട്ടുള്ളത്. iodometry liberated iodine ആണ് ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Direct titration of a standard solution of iodine against a reducing agent is called iodimetry, while the titration of iodine liberated from a chemical reaction with a reducing agent is called iodometry. And the reducing agents like iodine thiosulfate, arsenious oxide, sodium arsenate, etc. are quantitatively oxidized by iodine. Then, for example, iodine oxidizes sodium thiosulfate to sodium tetrathionate according to the equation, that is I2 plus 2Na2S2O3 giving Na2S4O6 plus 2NaI. Then it can be also be written as I2 plus 2S2O3 2 minus that is gives S4O6 2 minus plus 2I minus. അതായത് സോഡിയം സോൾട്ട് ഇല്ലാണ്ട് കാണിച്ചിരിക്കുന്നതാണ്, സോഡിയം അയോൺ ഇല്ലാത്ത ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ദെൻ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതിനാണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ്സ് റിയാക്ട്സ് വിത്ത് അയഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് അയഡൈഡ് ടു ഫോം an intensely blue colored complex which is visible even at a very low concentration of iodine. Okay, so അയഡൈഡിൻ്റെ പ്രസൻസിൽ സ്റ്റാർച്ച് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഇൻറ്റൻസ്ലി ബ്ലൂ കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ അയഡിൻ്റെ വളരെ ലോ കോൺസെൻട്രേഷനിൽ വരെ നമുക്ക് വിസിബിളായിട്ട് വരും, അതായത് വിഷ്വലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന കളറ് കാണിക്കും. Once the whole iodine is reduced to iodide, the above blue color vanishes and thereby gives the endpoint. Okay, അപ്പോൾ അയഡിൻ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് സ്റ്റാർച്ച് റിയാക്ട് ചെയ്ത് ഇൻറ്റൻസ്ലി ബ്ലൂ കളറുടെ കോംപ്ലക്സ് ഒക്കെ കാണിക്കുള്ളൂ. ഈ കംപ്ലീറ്റ് അയഡിൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അയഡൈഡായിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കളർ കാണിക്കില്ല, ഇൻറ്റൻസ്ലി ബ്ലൂ കളേർഡ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഗിവ്സ് ദി എൻഡ് പോയിന്റ്. അയഡിൻ dissolves readily in aqueous Ki due to the formation of triiodide ion I3 മൈനസിൻ്റെ പ്രസൻസിൽ. അതിൻ്റെ ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. An oxidant like KMnO4 or K2Cr2O7 can be made to oxidize potassium iodide to an equivalent amount of iodine. For example, the reaction between KMnO4 and I2 in acid medium is 2 KMnO4 plus 8 H2SO4 plus 10 Ki gives 6 K2SO4 plus 2 MnSO4 plus 8 H2O plus I2. Okay. Similarly, the reaction between K2Cr2O7 with I2 in acid medium is K2Cr2O7 plus 14HCl plus 6Ka gives 8KCl plus 2CrCl3 plus 7H2O plus 3I2. അപ്പോൾ രണ്ട് രീതിയിൽ, അതായത് രണ്ട് ഓക്സിഡൻസ് വെച്ച് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ KMnO4 നമുക്ക് ഈ പൊട്ടാസ്യം അയഡൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് I2 ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ K2Cr2O7നും ഈ പൊട്ടാസ്യം അയഡൈഡിനെ ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് അയഡിനാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ രണ്ടിൽ ഏതെടുക്കുകയാണെങ്കിലും ലിബറേറ്റഡ് അയഡിനാണ് പിന്നെ വിച്ച് ക്യാൻ ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ് യൂസിങ് സ്റ്റാർച്ച് ആസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സിസ്റ്റമാണ്, ഈ മെത്തേഡാണ് അയഡോമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലിബറേറ്റഡ് അയഡിൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ലിബറേറ്റഡ് ആയിട്ടുള്ള അയഡിനെ വെച്ചുകൊണ്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അതാണ് അയഡോമെട്രിക് ടൈട്രേഷനിൽ പറയുന്നത്.
I2 plus 2 Na2S2O3 gives Na2S4O6 plus 2 Na. ഇതാണ് ഫൈനലായിട്ടുള്ള ഇക്വേഷൻ. അതായത് ലിബറേറ്റഡ് അയഡിൻ യൂസ് ചെയ്തുകൊണ്ട് സോഡിയം തയോസൾഫേറ്റിനെ ടൈട്രേറ്റ് ചെയ്യുന്ന ടൈട്രേഷൻ്റെ ബേസിക് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി copper sulfate can also be estimated iodometrically. Here excess of Ka is added to the copper sulfate solution, which results in the liberation of an equivalent amount of I2 in the following manner. Okay. അപ്പോൾ കോപ്പർ സൾഫേറ്റിനെ നമുക്ക് ഇതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, iodometrically എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സസ് ഓഫ് കെ ആണ് നമ്മൾ CuSO4 സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് അപ്പോൾ അത് എക്സസ് ആയിട്ടുള്ള സംഭവം ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് I2 ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിബറേറ്റഡ് അയഡിൻ വെച്ചിട്ടാണ് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് യൂസിങ് സ്റ്റാർച്ച് ആസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിഡോക്സ് ടൈട്രേഷൻസ്. ഫസ്റ്റ് വൺ